ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഇൻവെസ്റ്റേഴ്സിന് സന്തോഷം നൽകുന്നൊരു കാര്യവും ഇനി ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആലോചിക്കുന്നവർക്ക് കോൺഫിഡൻസ് നൽകുന്നൊരു കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലോകത്തെ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്ന കാര്യം IMF കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മുന്നിൽ അമേരിക്കയും ചൈനയും ജർമ്മനിയും മാത്രമാണുള്ളത്. നമ്മുടെ നിലവിലെ GDP $4.18 ട്രില്യൺ ആണ്. നമുക്ക് തൊട്ട് മുന്നിലുള്ള ജർമ്മനിയുടെ GDP $4.74 ട്രില്യൺ ആണ്. ഇത് നമ്മൾ 2027-28 സാമ്പത്തിക വർഷത്തിൽ തന്നെ മറികടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ജർമ്മനിക്ക് മുന്നിലുള്ള 2ാം സ്ഥാനത്തുള്ള ചൈനയെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ GDP $19.23 ട്രില്യൺ ആണ്. ഇന്ത്യയേക്കാൾ 4-5 ഇരട്ടി കൂടുതലാണ് ചൈനയുടെ GDP. ഇനി 1ാം സ്ഥാനത്തുള്ള അമേരിക്കയുടെ GDP നോക്കിക്കഴിഞ്ഞാൽ അത് $30.51 ട്രില്യൺ ആണ്. ഇന്ത്യ അമേരിക്ക GDP കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വലിയ ഡിഫറൻസാണ് കാണാൻ സാധിക്കുന്നത്. സാധാരണ ഈ കമ്പാരിസൺ കേൾക്കുമ്പോൾ ആളുകൾക്ക് നിരാശ വരും. ഇനി എന്നാണ് നമ്മളൊക്കെ ഇവരുടെ ലെവലിലേക്ക് എത്തുക എന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കും. എന്നാൽ ഒരു ഇൻവെസ്റ്റർ ചിന്തിക്കേണ്ടത് നേരെ തിരിച്ചാണ്. അതായത് നമ്മുടെ GDP അടുത്ത 7 വർഷം കൊണ്ട് ഇരട്ടിയാകുമ്പോൾ നമ്മുടെ നിലവിലുള്ള സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ക്യാപിറ്റലൈസേഷനും ഇരട്ടിയാകും. അത്രമാത്രം പണത്തിൻ്റെ കുത്തൊഴുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് ഉണ്ടാകും. നമ്മുടെ നാട്ടിലെ നല്ല കമ്പനികളിലൊക്കെ ബിസിനസ് വളരുകയും അവയുടെ വാല്യുവേഷൻ ഉയരുകയും ചെയ്യും. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ തന്നെ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. ഇതിൽ ചെറിയൊരു ഉയർച്ച ഉണ്ടായാൽ തന്നെ നല്ല സ്റ്റോക്കുകൾക്ക് വലിയ ഡിമാൻഡ് ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ചിന്തിക്കേണ്ടത് നമ്മുടെ ഇക്കണോമി ഇനിയും ഒരുപാട് വളരാൻ ബാക്കിയുണ്ട്. അത് തന്നെ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ത്യയുടെ വികസനം എവിടെ എത്തിയിട്ടില്ല. അത് നമുക്ക് ഇന്ത്യയിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. വളരാൻ വലിയ സ്പേസ് ബാക്കിയുള്ള അത്രമാത്രം പൊട്ടൻഷ്യലുള്ള രാജ്യമാണ് ഇന്ത്യ. 2032 ആകുമ്പോൾ GDP ഇരട്ടിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത 20 വർഷങ്ങൾ ഇന്ത്യയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തവർ ഹാപ്പി ആയിട്ടിരിക്കുക. ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നവർ കാര്യങ്ങൾ കുറച്ചുകൂടി സ്പീഡപ്പ് ആക്കുക. കാരണം നിങ്ങൾ ഒരു 2 വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തിയായ രാജ്യത്താണ് ജീവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ന്യൂസ് കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. ഈ ഫാസ്റ്റായിട്ട് വളരുന്ന ഇക്കണോമിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കരുത്. ഇനി നമുക്ക് ഏറ്റവും നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചറാണ് മുന്നിലുള്ളത്. അപ്പോൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.